നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെ കടുത്ത അസംതൃപ്തിയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തലശ്ശേരി ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനിക്കെതിരെ MV ഗോവിന്ദൻ നടത്തിയ അവസരവാദ പ്രയോഗം അല്ലെങ്കിൽ അവസരവാദി പ്രയോഗം CPMനെ സംബന്ധിച്ചിടത്തോളം വരുന്ന തെരഞ്ഞെടുപ്പിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉളവാക്കാൻ പോകുന്നതാണെന്ന് പിണറായി വിജയൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. താൻ പണ്ട് മാർ ചിറ്റിലപ്പള്ളിയെ നികൃഷ്ടജീവി എന്ന് വിളിച്ച കാലമല്ല ഇപ്പോൾ. അന്ന് പിണറായി വിജയൻ CPMൻ്റെ തിളങ്ങുന്ന താരമായിരുന്നു. സംസ്ഥാന സെക്രട്ടറി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ കയ്യിലായിരുന്നു പാർട്ടി. മാത്രമല്ല അന്ന് മുഖ്യമന്ത്രി VS അച്യുതാനന്ദനുമായിരുന്നു. എന്നാൽ 15-20 വർഷത്തിന് ശേഷം MV ഗോവിന്ദനെ പോലെ ദുർബലനായ ഒരു നേതാവ് ഒരു ബിഷപ്പിനെ അവസരവാദി എന്ന് വിളിക്കുമ്പോൾ നല്ലവണ്ണം ആലോചിച്ചേ അത് പറയാൻ പാടുള്ളൂവായിരുന്നു എന്നാണ് ഇപ്പോൾ പിണറായി വിജയൻ പറയുന്നത്. തൻ്റെ അസംതൃപ്തിയും രോഷവും പിണറായി വിജയൻ MV ഗോവിന്ദനെ അറിയിച്ചു കഴിഞ്ഞു. മൂന്നാം പിണറായി സർക്കാർ വരാതിരിക്കാൻ വേണ്ടിയാണ് MV ഗോവിന്ദൻ ഇത്തരത്തിൽ ചില പ്രസ്താവനകൾ നടത്തുന്നതെന്ന് കത്തോലിക്ക സഭ പറയുകയും ചെയ്തു. എന്നുവച്ചാൽ മൂന്നാം പിണറായി സർക്കാർ വരുന്നതിനോട് തങ്ങൾക്ക് അത്ര വലിയ എതിർപ്പൊന്നുമില്ല. പക്ഷേ MV ഗോവിന്ദനെ പോലെയുള്ളവരെ നിലയ്ക്ക് നിർത്തണമെന്നാണ് സഭ പിണറായിക്ക് നൽകിയ ഒരു സന്ദേശം. ഇക്കാര്യത്തിൽ പിണറായിക്ക് ഈ സന്ദേശം കൃത്യമായി മനസ്സിലായി. അതാണ് MV ഗോവിന്ദനോട് അദ്ദേഹത്തിന് ഇത്ര രോഷവും ദേഷ്യവും ഉണ്ടാകാൻ കാരണം. ഇത്തരത്തിലുള്ള പ്രസ്താവന നടത്തുമ്പോൾ വളരെ സൂക്ഷിച്ചും കണ്ടും വേണമെന്ന കർശന നിർദ്ദേശമാണ് ഇപ്പോൾ പിണറായി വിജയൻ നൽകിയിരിക്കുന്നത്. നേരത്തെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ തലേന്ന് RSSുമായി യോജിച്ച് അടിയന്തരാവസ്ഥയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന MV ഗോവിന്ദൻ്റെ വെളിപ്പെടുത്തൽ വലിയ തോതിൽ പാർട്ടിക്ക് പ്രതിസന്ധി ഉണ്ടാക്കിയിരുന്നു. അന്നും MV ഗോവിന്ദനെ വിളിച്ച് പിണറായി വിജയൻ ശാസിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ അതിനേക്കാൾ വലിയ ഒരു പ്രതിസന്ധിയാണ് പാർട്ടിക്ക് ഈ അവസരവാദി പ്രയോഗം മൂലം ഉണ്ടായിരിക്കുന്നത്. കത്തോലിക്ക സഭ ഒന്നാകെ, സിറോ മലബാർ സഭ അടക്കമുള്ള കത്തോലിക്ക സഭയിലെ അല്ലെങ്കിൽ കത്തോലിക്ക മതമേലധ്യക്ഷന്മാർ എല്ലാവരും ഇക്കാര്യത്തിൽ MV ഗോവിന്ദനെതിരെ തിരഞ്ഞിരിക്കുകയാണ്. കത്തോലിക്ക കോൺഗ്രസ് അടക്കമുള്ള ഉപസംഘടനകളും MV ഗോവിന്ദനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പ് വരാൻ പോകുമ്പോൾ ഒരു ബിഷപ്പിനെ കയറി അങ്ങനെ വിളിക്കേണ്ടിയിരുന്നോ എന്നുള്ള ഒരു ആലോചന പ്രമുഖ CPM നേതാക്കൾ എല്ലാവർക്കുമുണ്ട്. അവർ അത് പിണറായി വിജയനുമായി പങ്കുവച്ചിട്ടുമുണ്ട്. ഇതോടുകൂടിയാണ് പിണറായി വിജയൻ്റെ പിടിവിട്ടത്. MV ഗോവിന്ദനെ പോലെ ഇത്തരത്തിൽ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ വെറുതെ വാ പോയ കോടാലി പോലെ സംസാരിക്കുന്നതും പ്രസ്താവന ഇറക്കുന്നതും ആളുകളെക്കുറിച്ച് പറയുന്നതും പാർട്ടിക്ക് വലിയ തോതിൽ തിരിച്ചടി ഉണ്ടാക്കുമെന്നും ഒന്നും പറയാനില്ലെങ്കിലും മിണ്ടാതിരിക്കുന്നതാണ് നല്ലതെന്നുമുള്ള സന്ദേശമാണ് ഇപ്പോൾ MV ഗോവിന്ദന് പിണറായി വിജയൻ നൽകുന്നത്. ഇതിനു മുമ്പ് RSS ബന്ധമുണ്ടെന്നുള്ള അടിയന്തരാവസ്ഥ കാലത്ത് RSSുമായി യോജിച്ച് പ്രവർത്തിച്ചു എന്ന MV ഗോവിന്ദൻ്റെ വെളിപ്പെടുത്തൽ UDFന് വലിയൊരു ആയുധമായതുപോലെ ഇപ്പോൾ ബിഷപ്പിനെതിരെയുള്ള അവസരവാദി പ്രയോഗം വരുന്ന തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ UDFൻ്റെ കയ്യിൽ വലിയ ആയുധമായി മാറുമെന്ന് പിണറായിക്ക് അറിയാം. മാത്രമല്ല ഇപ്പോൾ ക്രൈസ്തവ സമൂഹത്തിനോടടുക്കാൻ BJPയും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾക്ക് നേരെ ഉണ്ടായ ആക്രമണത്തെ തുടർന്നുണ്ടായ ആ അകൽച്ച കോതംകാലത്തെ പെൺകുട്ടിയുടെ ആത്മഹത്യയെ തുടർന്ന് പതിയെ കുറഞ്ഞു വരികയാണെന്നും ഇന്ന് സുരേഷ് ഗോപി അതിലൊരു കന്യാസ്ത്രീയുടെ വീട് സന്ദർശിച്ചത് സഭയ്ക്ക് വലിയ സന്തോഷമുളവാക്കിയെന്നും CPM നേതാക്കൾക്ക് നന്നായി അറിയാം. അപ്പോഴാണ് MV ഗോവിന്ദൻ്റെ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ, അവസരവാദി പ്രയോഗമൊക്കെ കടന്നു വരുന്നത്. അത് പാർട്ടിക്ക്, പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിലെ മലയോര പ്രദേശങ്ങളിൽ പാർട്ടിക്ക് വലിയ തിരിച്ചടി അതുണ്ടാക്കിയേക്കാമെന്നും ഇടുക്കിയിലും എറണാകുളത്തും കോട്ടയത്തും പത്തനംതിട്ടയിലുമെല്ലാം പാർട്ടിക്ക് ലഭിക്കുമെന്ന് അവർ കരുതുന്ന സീറ്റുകൾ ഇല്ലാതാക്കാൻ വേണ്ടി മാത്രമേ MV ഗോവിന്ദൻ്റെ ഇത്തരം പെരുമാറ്റവും സംസാരവും ഉപകരിക്കുമെന്നുമാണ് പിണറായി വിജയൻ CPM നേതൃയോഗത്തിൽ പറഞ്ഞത്. CPM നേതാക്കളെല്ലാവരെയും, CPM അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബി അടക്കമുള്ളവരെ വിളിച്ച് പിണറായി പറഞ്ഞിട്ടുണ്ട്, ഇനി MV ഗോവിന്ദനെ നിലനിർത്തിയില്ലെങ്കിൽ ശരിയാവില്ല. കാരണം മൂന്നാമതും ഭരണം വരാതിരിക്കാൻ ഉള്ള കളിയാണ് ഇപ്പോൾ MV ഗോവിന്ദൻ കളിക്കുന്നത്. അതുകൊണ്ട് ഗോവിന്ദനെ നിലക്ക് നിർത്തണം. കാരണം പിണറായി വിജയൻ താല്പര്യമെടുത്താണ് MV ഗോവിന്ദനെ സംസ്ഥാന സെക്രട്ടറി ആക്കിയത്. സംസ്ഥാന സെക്രട്ടറി ആക്കുമ്പോൾ MV
ഗോവിന്ദനെ ആ ഒരു പദവിയിലേക്ക് ഉയർത്തുമ്പോൾ പിണറായി വിജയൻ്റെ ഏക ഉദ്ദേശം 3ാം തവണയും ഭരണം കൊണ്ടുവരിക, അതിന് പറ്റിയ നിശബ്ദനായ ഒരു കയ്യാളായി സംസ്ഥാന സെക്രട്ടറി ഇരിക്കുക എന്നൊക്കെയായിരുന്നു. എന്നാൽ അതിനെയെല്ലാം തകിടം പറിച്ചുകൊണ്ട് നിരന്തരം പ്രശ്നങ്ങൾ എം വി ഗോവിന്ദൻ ഉണ്ടാക്കിയാണ്. കത്തോലിക്ക സഭാ നേതൃത്വം തന്നെ പറഞ്ഞു, കോടിയേരിയെ പോലെ ഒരു മാന്യനിരുന്ന കസേരയിലാണ് നിങ്ങൾ ഇരിക്കുന്നതെന്ന് ഓർക്കണമെന്ന് വരെ അവർ പറയുന്ന അവസ്ഥ വന്നു. ഇതാണ് പിണറായിയെ ചൊടിപ്പിച്ചതും രോഷം കൊണ്ട് അദ്ദേഹം തിളച്ചതും. അതുകൊണ്ട് തന്നെ എം വി ഗോവിന്ദനെ മര്യാദയ്ക്കിരുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ ഇത്തരം കൈവിട്ട സംസാരങ്ങൾ, വാവിട്ട സംസാരങ്ങൾ നടത്തിയാൽ എം വി ഗോവിന്ദനെ ശക്തിയായ രീതിയിൽ കൈകാര്യം ചെയ്യുമെന്നുള്ള സന്ദേശമാണ് പിണറായി വിജയൻ ഇപ്പോൾ നൽകുന്നത്.